അസ്സാം വലൈക്കും എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഡെയിലി 1 ലിറ്റർ പാല് വാങ്ങിക്കുന്ന നിങ്ങൾക്ക് അതൊരു നഷ്ടമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു വീഡിയോ ഫുള്ള് കാണാം. നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടോ? ഞാൻ 2 ലിറ്റർ പാല് 2 ദിവസത്തിനായിട്ട് വാങ്ങിക്കാറാണ്. അത് ഒരുമിച്ച് തിളപ്പിച്ചിട്ട് അത് അടച്ച് വെക്കാണ്ട് സിമ്മിൽ കുറച്ച് നേരം വെക്കുന്നു. എന്നിട്ട് ഞാൻ പാട കളക്ട് ചെയ്യും ഡെയിലി. എന്നിട്ട് അതൊരു കുപ്പിയിൽ അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ വെക്കും. ഇങ്ങനെ ഒരാഴ്ച കളക്ട് ചെയ്ത പാടയാണ് കേട്ടോ ഇത്. ഞാൻ ഇതുകൊണ്ട് വെണ്ണയാക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസം ഇത് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ച് ഐസൊക്കെ വിട്ട് എന്ന തണുപ്പ് നിലനിൽക്കും വേണം. എന്നിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. മിക്സി ഒരു 15-30 സെക്കൻഡ് വരെ ഇതാക്കുക. എന്നിട്ട് ഇങ്ങനെ കാണുന്നതെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുമ്പോൾ നമുക്കിത് ബട്ടർ കിട്ടും. അതായത് മറ്റൊരു കളറിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഇത് ബട്ടറാണ്. ഇത് നമ്മളൊരു ബൗളിൽ കളക്ട് ചെയ്യുക. ബാക്കി വരുന്ന പാലും വെള്ളവും മിക്സ് ആയിട്ടുള്ളത് ഒഴിച്ചു വെക്കുക ഒരു പാത്രത്തിൽ. ശേഷം ഞാൻ ഇതൊരു 3 ട്രിപ്പായിട്ട് കുറച്ച് അടിച്ചെടുക്കുകയാണ് നല്ലത്. ഈ ബട്ടറിൽ പാലിൻ്റെ അംശം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകി അതിൽ കംപ്ലീറ്റ് പാല് കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് സൂക്ഷിച്ച് വെക്കാം. ഈ ബട്ടർ നല്ല ടേസ്റ്റാണ്. ഇത് സാൾട്ടഡ് ബട്ടർ അല്ലെങ്കിൽ പോലും ഇത് നല്ല ഫ്ലേവർ കൊടുക്കും. ഇതുകൊണ്ട് നമുക്ക് നെയ്യ് ഉണ്ടാക്കാം. ഞാൻ നെയ്യ് ഉണ്ടാക്കിയിരുന്നു, പക്ഷേ അത് എനിക്ക് കാണിക്കാൻ മാത്രം എമൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നില്ല. ശേഷം നമുക്ക് ബാക്കി വന്ന വെള്ളം കുറച്ച് എന്ത് ചെയ്യുക, എടുത്തിട്ട് നമുക്ക് മോരുണ്ടാക്കാം. ഈ ഒരു പാലും വെള്ളം എന്ന് തന്നെ പറയാം. അതായത് പാലിൻ്റെ ചോയ തന്നെ ആയിരിക്കും, ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഇതിലോട്ട് കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, മോരാക്കി അത് ഉണ്ടാക്കാൻ വെച്ചു. ശേഷം ബാക്കി എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി തിളച്ച് വരുന്ന സമയത്ത് വിനാഗിരി ചേർത്തു. നോർമൽ പാലിലേക്ക് നമ്മൾ പനീർ ഉണ്ടാക്കാൻ വേണ്ടി ഒഴിക്കുന്ന അത്ര അല്ല, കുറച്ചുകൂടി കൂടുതൽ നമുക്ക് വിനാഗിരി ഒഴിക്കണം. അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ആ തവണ നമുക്ക് കേടിൽ വന്ന് കിട്ടുന്ന പനീർ ഉണ്ടല്ലോ, ഇത് ഒരു തുണിയിൽ അരിച്ചെടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞ് ഇത് പുറത്തെടുത്ത് തണുപ്പ് വിട്ടതിന് ശേഷം കട്ട് ചെയ്ത് പനീറായി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ അരിച്ചെടുത്തത് എടുത്തിട്ട് ജാറിലെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്രീം ചീസ് പോലെ ബീറ്റ് ചെയ്തെടുക്കാവുന്നതുമാണ്. ഞാനിവിടെ കാണിക്കുന്നത് ഒരു പാലിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പാട. പലരും ഇത് കളയുന്നതായിരിക്കാം. ഈ പാട കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രൊഡക്ട്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ ഇവിടെ പനീർ ഉണ്ടാക്കി, ബട്ടർ ഉണ്ടാക്കി, മോരുണ്ടാക്കി. ഈ ബട്ടറിൽ നിന്ന് നെയ്യും അല്ലെങ്കിൽ ക്രീം ചീസും ഒക്കെ നമുക്ക് വേറെ വേർഷൻസ് ഉണ്ടാക്കാം കേട്ടോ. ശരിക്കും നമുക്ക് ആ വാങ്ങിച്ച പാല് ലാഭമാക്കാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക.